അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തഫ്ഹീം തിലാവ പാർട്ട് 2-ലെ 3-ാമത്തെ ചാപ്റ്റർ ഹബലുൻ ഹ ഹീ ഹു എന്നുള്ള പാഠമാണ്. അപ്പോൾ പാഠത്തിൽ എങ്ങനെയാണ് നമുക്ക് ഹ എഴുതേണ്ട രൂപമാണ് ഉസ്താദ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. എല്ലാ കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ആ ഡോട്ട് തന്നെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, മേലെ തന്നെ നിങ്ങളെ പുസ്തകത്തിൽ ഉസ്താദ് പറഞ്ഞതുപോലെ ട്രേസാക്കി പഠിക്കാം. ഇൻഷാ അല്ലാഹ് പാഠം മനസ്സിലാവാത്തവർക്കാണ് ഉസ്താദ് ഇവിടെ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാ എഴുതേണ്ട രൂപം മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം ഹാ എഴുതി പിന്നീടാണ് നിങ്ങൾ അതിൻ്റെ മേലെ ഹർക്കത്ത് ഇടേണ്ടത്. ഫത്ത് ഇട്ട് കഴിഞ്ഞാൽ ഹ. അപ്പോൾ അതേപോലെ നിങ്ങൾ ഓരോ ലെറ്റേഴ്സും എന്ത് ചെയ്യുക, ഹാന് കസറിട്ട് ഹീ എന്ന് വായിക്കണം. അതുപോലെ ഹാന് ലമ്മിട്ട് ഹു എന്ന് വായിക്കണം. അതുപോലെ തന്നെ പേജ് നമ്പർ 14 ഹ ഹീ ഹു ഹ ഇതിൻ്റെ മേലെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പരിശീലിക്കുക. പിന്നീട് കോളത്തിൽ എന്ത് ചെയ്യുക, ഹ എന്ന അക്ഷരം ആ കോളത്തിൽ എഴുതി കൊടുക്കാം. അതിനുശേഷം ഇവിടെ കാണുന്ന വർക്കുകൾ ആക്ടിവിറ്റിയിൽ മുഹമ്മദ് എന്നുള്ളതാണ് ആക്ടിവിറ്റി. അതെന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ കാണുന്ന നമ്പർ 1-ലുള്ള മുഹമ്മദ് അതിൻ്റെ മേലെ എഴുതുക. എന്നിട്ട് ബാക്കിയുള്ള 2, 3, 4, 5 അതിന് മേലോട്ട് എഴുതി കൊണ്ടുപോവുക. അങ്ങനെ ഓരോ ലെറ്റേഴ്സ് വേർഡുകളും മെഹ്റാബുൻ, ഹുജജുൻ, ഹൽഹല, അഫ്രഹ അങ്ങനെ നിങ്ങൾ ആ കോളത്തിൻ്റെ അകത്തന്നെ ഇൻസൈഡായിട്ട് തന്നെ വൃത്തിയിൽ എഴുതി പഠിക്കുക. അതിനുശേഷം വരുന്ന വേർഡാണ് ഓരോ അക്ഷരങ്ങളും ഹർക്കത്തിട്ട് അതിൻ്റെ വേർഡുകൾ വരുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തേത് ഹിമാറുൻ. ഹിമാറെന്നാകുമ്പോൾ ഹാന് കസർ കൊടുത്ത് ഹി എന്ന് വായിച്ചു. അതുപോലെ നഹ്നു. നഹ്നു എന്നാകുമ്പോൾ ഹാൻ എന്താ ഹർക്കത്ത്, ഹാന് സുക്കൂന്. ഹീതാനുൻ. ഹീത്താൻ എന്നാകുമ്പോൾ ഹാന് കസറാണ്, കസറിനെ നീട്ടാനാണ് ഇവിടെ യാ കൊടുത്തത്. അതുപോലെ ലൗഹുൻ. ലൗഹുൻ എന്നാകുമ്പോൾ ഹാന് തൻവീലമ കൊടുത്ത് ഹുൻ എന്ന് വായിച്ചു. മിൽഹിൻ. മിൽഹിൻ എന്നാകുമ്പോൾ ഹാന് തൻവീൻ കസർ കൊടുത്തു ഹിൻ എന്ന് വായിച്ചു. അതുപോലെ ഹുജജുൻ. ഹുജ് എന്നാകുമ്പോൾ ഹാന് ലമ്മാണ്, ഹു എന്നാണ് വായിക്കേണ്ടത്. ഹാസൂബുൻ. ഹാസൂബ് എന്നാകുമ്പോൾ ഹാ എന്ന അക്ഷരത്തിന് ഫത്ത്ഹ് കൊടുത്തു. ഫത്ത്ഹിനെ നീട്ടാൻ അലിഫ് കൊടുത്ത് നീട്ടി വായിച്ചു. അപ്പോൾ നമ്മൾ ഹാ എന്ന് വായിച്ചു. ഹൂറുൻ. ഹൂറുൻ എന്നാകുമ്പോൾ ഹാന് ലമ്മാണ്, ലമ്മന് നീട്ടാൻ ഇവിടെ വാവ് കൊടുത്തത്. വാവ് കൊടുത്തുമ്പോൾ എങ്ങനെ വായിക്കണം, ഹൂ എന്ന് വായിക്കാം. ഹൂറുൻ ഹൂ. ഫലാഹൻ ഹൻ. ഇവിടെ തൻവീൻ ഫത്ത് കൊടുത്തപ്പോഴാണ് ഹൻ എന്ന് വായിച്ചത്. ഹൻ എഴുതുമ്പോൾ അതിൻ്റെ ശേഷം അലിഫും കൂടി എഴുതണം. അപ്പോൾ നമുക്ക് ഹൻ എന്ന് വായിക്കാം. ജുർഹുൻ. ജുർഹൻ എന്നാകുമ്പോൾ ഹാന് തൻവീൻ ലമ്മാണ്, തൻവീൻ ലമ്മ കൊടുത്തപ്പോൾ എങ്ങനെ വായിക്കണം, ഹുൻ എന്നാണ് വായിക്കേണ്ടത്. പതിനഞ്ചാമത്തെ പേജിലെ ഖുർആനിൽ പറയപ്പെട്ട ആയത്തുകൾ, ഹാ വന്ന ആയത്തുകളാണ് ഇവിടെ ഓതി തരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹിജാബം മസ്തൂറാ വഹും ഫീഹാ കാലിഹൂൻ. സുബ്ഹാനക തുബ്തു ഇലൈക്. ഇതിലേക്ക് നിങ്ങൾക്ക് QR കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിലെ വോയിസുകൾ ശരിക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ എന്ത് നന്നായി ശ്രദ്ധിച്ച് പഠിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇവിടെ വരുന്നത്, ഇവിടെ കാണിക്കുന്ന അക്ഷരങ്ങൾ അലിഫ്, അലിഫിൻ്റെ മേലെ ഹംസ, അതുപോലെ തന്നെ ജീം,
അതുപോലെ ബാ, ഹ, ഈ 4 ലെറ്റേഴ്സും കാണുന്ന പിക്ചറുമായി നിങ്ങൾ എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. അപ്പോൾ അലിഫോട് യോജിച്ചതാണെന്ത്, ഉറബുൻ, ഇതുപോലെ മാച്ച് ചെയ്യാം. ജീമിനോട് യോജിച്ചതാണെന്ത്, ജമലുൻ, ജമലുൻ എന്ന് പറഞ്ഞാൽ ഒട്ടകം. ബാഇനോട് യോജിച്ചതാണ് ബാബുൻ, അപ്പോൾ ബാബു എന്ന് പറഞ്ഞാൽ ഡോറ്. ഹാഇനോട് യോജിച്ചതാണ് ഹബുലുൻ, ഹബുലുൻ എന്ന് പറഞ്ഞാൽ കയറ്. ഇതിങ്ങനെ മാച്ച് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, ഈ ഇവിടെ കാണുന്ന നമ്മുടെ പിക്ചർ രൂപം, ഈ പിക്ചറിൻ്റെ വേർഡുകൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെ ബാബുൻ ഈ കോളത്തിലാണ് എഴുതി കൊടുക്കുക, ബാബുൻ. അതുപോലെ ഹബുലുൻ ഇവിടെ എഴുതി കൊടുക്കാം, ജമലുൻ ഈ കോളത്തിൽ, ഉറബുൻ ഇവിടെ കോളത്തിൽ. അങ്ങനെ എന്ത് ചെയ്യുക, എഴുതി നന്നായി വൃത്തിയിൽ എന്ത് ചെയ്യുക, വേർഡുകൾ എഴുതി എന്ത് ചെയ്യുക, ഉസ്താദിന് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 16-ാമത്തെ പേജിൽ ഹാ കൊടുത്തുകൊണ്ട് വേർഡുകൾ വായിക്കണം. ഹറബ, ഹദറ, ഹജറ. ഇനി ഹാ, ഹാത്തിഫിൻ്റെ ഹാ വേർഡിലേക്ക് യോജിപ്പിച്ച് വായിക്കുക. അപ്പോൾ ഹാവും ഹാവും ഡിഫറൻറ്റ് മനസ്സിലാക്കാനാണ് ഇങ്ങനെ വായിക്കുന്നത്. ഹറബ, ഹദറ, ഹജറ. അങ്ങനെ ലെറ്റേഴ്സ് ഹാഇൻ്റെയും ഹാഇൻ്റെയും ഡിഫറൻറ്റ് മനസ്സിലാക്കി പഠിക്കാം. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കോളത്തിൽ ഉദാഹരണത്തിന് മർമറെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ബാക്കിയുള്ള അക്ഷരങ്ങൾ ഇവിടെ ഹാ, കാഫ്, ജീമ്, റാ, മീമ്, വാവ്. അപ്പോൾ മീമല്ലാത്ത ബാക്കി ലെറ്റേഴ്സിൻ്റെ വേർഡുകൾ നിങ്ങൾ എഴുതണം. അപ്പോൾ ഉദാഹരണത്തിന് ഹാഇൻ്റെ വേർഡ് ഇവിടെ കോളത്തിൽ എഴുതി കൊടുക്കുക. അതുപോലെ കാഫ്, ജീമ്, റാ, വാവ്. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന ഓരോ കോളത്തിൽ നന്നായിട്ട് എഴുതി നന്നായി പരിശീലിക്കുക ഇൻഷാ അല്ലാഹ്. കൂടാതെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റ് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കാണുന്ന ലൈൻസിൽ എഴുതി കൊടുത്തത് ഈ കോളത്തിൽ എഴുതി കൊടുത്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പരിശീലിക്കണം. അപ്പോൾ എഴുതുന്ന സമയത്ത് ഇവിടെ 3 കോളം കാണുങ്ങൾ. ഈ കോളത്തിൻ്റെ സെൻറ്റർ ലൈന് വലിയ കോളമാണ്. ആ കോളത്തിലാണ് നിങ്ങൾ വേർഡ് എഴുതേണ്ടത്. അപ്പോൾ മുകളിൽ കാണിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ താഴെയുള്ള ഈ ബിഗ് കോളത്തിൽ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. ആദ്യം അറബി എഴുതുന്ന സമയത്ത്, വേർഡ് എഴുതുന്ന സമയത്ത് വേർഡുകൾ ആദ്യം എഴുതി കൊടുക്കാം. ശേഷം അതിൻ്റെ ഹർക്കത്ത് ടോട്ടൽ എഴുതി കൊടുക്കാം.